പറയേണ്ട സമയത്ത് പറയേണ്ട കാര്യം പറയേണ്ട സ്ഥലത്ത് CPI പറയും. വ്യക്തമായ ഒരു ധാരണയുണ്ട്. പക്ഷേ ആ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് അത് LDF-ലാണ്. രാജ്യസഭാംഗങ്ങളായ ബിനോയ് വിശ്വം, ജോസ് കെ മാണി, എളമരം കരീം എന്നിവരുടെ കാലാവധിയാണ് ജൂലൈ 1 അവസാനിക്കുന്നത്. 3-ൽ 2 സീറ്റിൽ LDF-ന് വിജയിക്കാം. CPI-യും കേരള കോൺഗ്രസ് എമ്മും സീറ്റ് എന്ന ആവശ്യത്തിൽ നിന്ന് പിന്നോട്ടു പോകാൻ തയ്യാറാകാത്തതോടെ CPM ബലിയാടാകാനാണ് സാധ്യത. അംഗബലത്തിൽ മുന്നിലാണെങ്കിലും മുന്നണിയിലെ പൊട്ടിത്തെറി ഒതുക്കാൻ CPM-ന് രാജ്യസഭാ സീറ്റ് വിട്ടു നൽകേണ്ടി വരും. CPI-യുടെ സംസ്ഥാന സെക്രട്ടറി എന്നതിലുപരി ബിനോയ് വിശ്വത്തിന് ഇന്ത്യ മുന്നണിയുടെ നേതാവെന്ന വിലാസം കൂടിയുണ്ട്. അതിനാൽ രാജ്യസഭയിൽ ബിനോയ് വിശ്വത്തിന് തന്നെ ഒരിക്കൽ കൂടി അവസരം നൽകാനാണ് CPI-യിലെ ധാരണ. തദ്ദേശ തിരഞ്ഞെടുപ്പും പിന്നാലെ നിയമസഭാ തിരഞ്ഞെടുപ്പും വരാനിരിക്കെ കേരള കോൺഗ്രസ് എമ്മിന് സീറ്റ് വിട്ടു നൽകി മുന്നണിയിൽ ചെറുതാകാനും CPI ഒരുക്കമല്ല. UDF-ന്റെ ഭാഗമായി 2018-ൽ ജയിച്ച രാജ്യസഭാ സീറ്റ് LDF പ്രവേശനത്തിന് പിന്നാലെ 2021 ജനുവരിയിൽ ജോസ് കെ മാണി രാജിവെച്ചിരുന്നു. നവംബറിൽ LDF-ന്റെ ഭാഗമായി ഇതേ സീറ്റിൽ വിജയിച്ചു. അതിനാൽ സീറ്റ് കിട്ടിയേ തീരുവെന്നാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ വാദം. CPM നിലപാടാണ് ഇനി അറിയേണ്ടത്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.